നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കൊണോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ ബ്രസീലിന് ഈ മാസം 2 കളികൾ, രണ്ടും വമ്പൻ ടീമുകളോടാണ്. ഒന്ന് കൊളംബിയക്കെതിരെ വെള്ളിയാഴ്ച പുലർച്ചെ, വരുന്ന വെള്ളിയാഴ്ച മാർച്ച് 21 പുലർച്ചെ 6:15 ബ്രസീൽ കളിക്കുമ്പോൾ, രണ്ടാം മത്സരം ബുധനാഴ്ച മാർച്ച് 26 പുലർച്ചെ 5:30 അർജൻറ്റീനയുമായിട്ട് കളിക്കും. ബ്രസീൽ കൊളംബിയക്കെതിരെയുള്ള മത്സരം സ്വന്തം നാട്ടിലാണ് കളിക്കുന്നതെങ്കിൽ അടുത്ത കളി അർജൻറ്റീനയിൽ പോയിട്ട് വേണം കളിക്കാൻ. ഇപ്പോൾ കൊളംബിയക്കെതിരെയുള്ള കളിക്ക് മുന്നോടിയായിട്ടുള്ള ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ സ്ക്വാഡിലേക്ക് ക്യാമ്പിലേക്ക് താരങ്ങൾ എത്തുകയുണ്ടായി. ആ ഒരു ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് പൂർണ്ണമായിട്ടും ഒരു നെയ്മർ മയമാണ്. ബെസറാവോ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നിറയെ നെയ്മർ ജേഴ്സികളാണ്. അതിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. 10ാം നമ്പർ ജേഴ്സി, നെയ്മർ ജൂനിയറുടെ 10ാം നമ്പർ ജേഴ്സി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി താരം ഈ ഒരു മത്സരങ്ങൾ കളിക്കുന്നില്ല. പക്ഷെ മൊത്തത്തിലൊരു നെയ്മർ മയമാണ് സ്റ്റേഡിയത്തിന് പുറത്തുള്ളത്. അതേസമയം സ്റ്റേഡിയത്തിനകത്ത് ഇന്നലെ താരങ്ങൾ എല്ലാവരും എത്തുകയുണ്ടായി. മികച്ച രൂപത്തിൽ ഡൊറിവാൾ ജൂനിയർ ടീമിൻ്റെ ട്രെയിനിങ് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആലിസൺ, ജോലിൻറ്റൺ, ബ്രൂണോ ഗുയിമാറസ്, റാഫീഞ്ഞ അവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത്. സ്ക്വാഡിലേക്ക്, അവർ ക്യാമ്പിലേക്ക് എത്തിയത്. അവർ ഹോട്ടലിൽ തന്നെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അതേസമയം മാർക്കിഞ്ഞോസ് രാത്രി മാത്രമാണ് സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. ബാക്കി താരങ്ങൾ ഇന്നലെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയുണ്ടായി. അതേസമയം ക്ലബിനോടൊപ്പം അവസാന മത്സരങ്ങൾ കളിച്ച താരങ്ങൾ ലിയോ ഓർട്ടീസ്, അതുപോലെ വെസ്ലി, അലക്സാൻഡ്രോ, ഗേഴ്സൺ, എസ്റ്റവായോ, ഗബ്രിയൽ മെഗല്ലസ്, അങ്ങനെ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരങ്ങൾ ഇന്നലെ ഫീൽഡിലേക്ക് ഇറങ്ങാതെ ജിമ്മിലാണ് അവർ പ്രധാനമായിട്ടും വർക്ക് ചെയ്തത്. പിന്നെ ഫീൽഡിൽ അവർ ചെറിയ രൂപത്തിലുള്ള ഓട്ടം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം മറ്റു താരങ്ങൾ ഇന്നലെ റെഡ്യൂസ്ഡ് ഫീൽഡാക്കി മാറ്റിക്കൊണ്ട്, അതായത് വലിയ ഗ്രൗണ്ടൊന്ന് ചെറുതാക്കിയിട്ട് 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ബോളുമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഗോൾ കീപ്പേഴ്സ് സെപ്പറേറ്റ്ലി ട്രെയിനിങ് നടത്തുകയും ചെയ്തു. എന്തായാലും ഫുൾ സ്ക്വാഡ് വെച്ചുകൊണ്ട് ഇന്ന് ബ്രസീൽ ടീം വീണ്ടും പ്രാക്ടീസിലേക്ക് കടക്കും. അതിലായിരിക്കും കൊളംബിയക്കെതിരെയുള്ള ഫസ്റ്റ് 11 എങ്ങനെയായിരിക്കും എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അപ്പോൾ ഇന്നും നാളെയും ഒക്കെ ആയിട്ടുള്ള ട്രെയിനിങ് സെഷനുകളിൽ നിന്നാണ് ഫസ്റ്റ് 11 ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു രൂപം ഡൊറിവാൾ ജൂനിയർ ഉണ്ടാക്കുക. ഏതായാലും എല്ലാ താരങ്ങളും ഇപ്പോൾ സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്യുകയും അവർ ട്രെയിനിങ്ങും മറ്റുമൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ താരങ്ങൾ ഇന്നലെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ബ്രസീൽ ടീമിൻ്റെ അടുത്ത മത്സരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിലവിൽ അവർ 5ാം സ്ഥാനത്താണ്. കൊളംബിയക്കെതിരെയുള്ള കളി വിജയിക്കുകയാണെങ്കിൽ ഈവൺ അവർക്ക് 2ാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള സാധ്യത പോലുമുണ്ട്. അതേസമയം തോൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ 7ാം സ്ഥാനത്തേക്ക് വീണു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.